ഹലോ, ഞാൻ ഷീബ ടെസി. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നോമ്പുകാലത്ത് തയ്യാറാക്കുന്ന നോമ്പ് കഞ്ഞിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. പ്രത്യേക ചേരുവകളൊക്കെ ചേർത്തിട്ട് തയ്യാറാക്കുന്ന ഈ നോമ്പ് കഞ്ഞി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നും കാണണ്ടേ. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ചുവന്നുള്ളി, കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഉലുവ ആവശ്യമാണ്. പിന്നെ ആശാളി എടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി, അതുപോലെ ചെറിയ ജീരകം. ഇത്രയും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് തയ്യാറാക്കാനായിട്ട് എടുത്തുള്ള അരി കുറിയരി അല്ലെങ്കിൽ പൊടിയരി എന്നൊക്കെ പറയില്ലേ, നമ്മൾ കഞ്ഞി വെച്ച് കുടിക്കുന്ന ആ ഒരു അരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് 1/2 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. 2 പേർക്കുള്ള അളവിനാണ് കഞ്ഞി ഞാൻ തയ്യാറാക്കുന്നത്. ആദ്യം നമുക്ക് ഈ അരി നല്ല പോലെ ഒന്ന് കഴുകി അരിച്ചെടുക്കാം. നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി അത് നല്ലപോലെ ഒന്ന് അരിച്ച് നമുക്കതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഇതുപോലെ ഡയറക്റ്റായിട്ട് പാത്രത്തിലാണ് വേവിക്കുന്നത്. കുക്കറിൽ നിങ്ങൾക്കിത് തയ്യാറാക്കാം. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ, 1/2 ടീസ്പൂൺ ആശാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു 4 ചുവന്നുള്ളിയും 1 വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. അരിയൊക്കെ നേരിട്ട് വേകാനാണെങ്കിൽ കുറച്ച് കൂടുതൽ വെള്ളം ആവശ്യമാണ് കേട്ടോ. അപ്പോൾ അത് വേകാൻ നിങ്ങൾ എത്ര വെള്ളം വേണോ നിങ്ങൾ എടുക്കുന്ന അരിയുടെ കണക്കനുസരിച്ച് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി അത് തിളപ്പിക്കാം. ഈ സമയത്ത് ഇതിലേക്കൊരു അരപ്പ് ചേർക്കാനുണ്ട്. അരപ്പിനായിട്ട് ഞാൻ 3/4 കപ്പ് തേങ്ങ ചിരവിയത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു 2 ചുവന്നുള്ളി കൂടെ ആവശ്യമുണ്ട്. അപ്പോൾ ആ ചുവന്നുള്ളി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ജീരകമാണ് കേട്ടോ. 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, നല്ല ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജീരകം ചേർക്കുന്നതുകൊണ്ട് ഇതിനെ ചില സ്ഥലങ്ങളിൽ ജീരകക്കഞ്ഞി എന്നും വിളിക്കാറുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അധികം അരഞ്ഞു പോകാതെ ഒരു തരിതരിപ്പ് മോഡലിൽ വേണേ ഇത് അരച്ചെടുത്ത് കൊണ്ടുവരാൻ. ഇതുപോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നോക്കുമ്പോൾ കഞ്ഞി നന്നായിട്ട് വെന്ത് അതൊക്കെ തിളച്ച് നല്ല പോലെ ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നമ്മളിപ്പോൾ അരച്ചെടുത്തിട്ടുള്ള ആ അരപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അരപ്പ് അധികം അരഞ്ഞു പോകരുത് കേട്ടോ. ഈ ഒരു പരുവത്തിന് നമുക്ക് അരച്ചെടുത്തിട്ടുണ്ട്. അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടെ ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് അത് മിക്സ് ചെയ്തെടുക്കണം. ഇതിൽ ചേർക്കുന്ന ആശാളി എന്ന് പറയുന്ന ആ സീഡ് ഉണ്ടല്ലോ, അതൊരു തരം വിത്താണ്. ഇത് ധാരാളം പോഷകമൂല്യം അടങ്ങിയ ഒരു വിത്താണ്. അതിൽ ധാരാളം അയേൺ കണ്ടൻറ്റും അതുപോലെ ഫൈബറെല്ലാം അടങ്ങിയിട്ടുള്ളതുകൊണ്ട് അത് ആരോഗ്യത്തിന് വളരെ നല്ലതാണെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ടാണ് ഈ കഞ്ഞി ക്ഷീണം മാറാനൊക്കെ ഈ ഒരു നോമ്പ് കാലത്ത് ഉണ്ടാക്കി കുടിക്കുന്നത്. ഇനിയിപ്പോൾ കഞ്ഞിയുടെ കൺസിസ്റ്റൻസി എത്ര വേണോ അതിനനുസരിച്ച് നിങ്ങൾ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനിവിടെ വീണ്ടും 1 കപ്പ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത് തിളപ്പിച്ചെടുത്താൽ കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കഞ്ഞി ഇവിടെ റെഡിയായി. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫാക്കി ഇത് മാറ്റി വയ്ക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. തണുക്കുമ്പോൾ ഒന്നും കൂടെ കട്ടിയായിട്ട് വരും. ഇനി നമുക്ക് മറ്റൊരു പാനിലേക്ക് ഞാൻ കുറച്ച് നെയ്യാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ ആവശ്യത്തിന് എടുക്കുക. ഓയിലായാലും മതി. അതിലേക്ക് ഒരു 5 ചുവന്നുള്ളി കനം കുറച്ച് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് അതിൻ്റെ ഒരു മേമ്പൊടിയായിട്ട് അതിനകത്തേക്ക് ചേർക്കാനാണ്. അപ്പോൾ ഇത് നന്നായിട്ട് ഇളം ബ്രൗൺ കളറാകുന്ന വരെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കഞ്ഞിയിലേക്ക് ഇതുപോലെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഉപ്പൊക്കെ പാകമാണോ നോക്കുക. ഈ ഒരു കട്ടിക്കാണ് ഞാൻ കഞ്ഞി എടുത്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുതേ. Thank you for watching.